നമസ്കാരം, ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് കോൾഡ് കുക്കുംബർ സാലഡാണ്. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി. ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന മൾട്ടിഗ്രെയിൻ ബ്രെഡാണ്. അതുപോലെ നമുക്ക് ഗ്രീക്ക് യോഗേർട്ട് എടുക്കണം, മല്ലിയില വേണം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി, അതുപോലെ സാലഡ് കുക്കുംബർ. ഇത്രയാണ് നമുക്ക് ഈ കോൾഡ് കുക്കുംബർ സാലഡ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം, അതുപോലെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം, ഇനി മല്ലിയില ചേർക്കാം. മല്ലിയില ഇത് മുഴുവൻ നമുക്ക് ചേർത്തേക്കാം. പിന്നെ നമുക്ക് ഗ്രീക്ക് യോഗേർട്ട് ചേർക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ ഗ്രീക്ക് യോഗേർട്ട് ചേർക്കാം. എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഇതൊന്ന് നമ്മുടെ ഈ മൾട്ടിഗ്രെയിൻ ബ്രെഡിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ സ്ലൈസിലും ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഗ്രീക്ക് യോഗേർട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ബ്രെഡ് സ്ലൈസസിൻ്റെ മുകളിലോട്ട് കുക്കുംബർ സ്ലൈസസ് വെച്ച് കൊടുക്കാം. ഈ സാൻഡ്വിച്ച് നമുക്കിനി ഒന്ന് കട്ട് ചെയ്യാം. നമ്മളിന്ന് തയ്യാറാക്കിയത് കോൾഡ് കുക്കുംബർ സാലഡാണ്. നമുക്കിങ്ങനെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് പാർത്തി വയ്ക്കാം. ഞാനിന്ന് തയ്യാറാക്കിയത് കോൾഡ് കുക്കുംബർ സാൻഡ്വിച്ചാണ്. ഈ സമ്മർ സീസണിലൊക്കെ ഇത് കഴിക്കാൻ വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവും. വളരെ സിമ്പിളാണ്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി. തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.